മലയാള സിനിമയിലെ എക്കാലത്തെയും പ്രിയപ്പെട്ട താരം, നമ്മെ ചിരിപ്പിക്കുകയും 5 പതിറ്റാണ്ട് നീണ്ട കരിയറിലൂടെ ദേശീയ അവാർഡിന്റെ നെറുകയിലെത്തിക്കുകയും ചെയ്ത സലീം കുമാർ ഇന്ന് നമ്മോടൊപ്പമില്ല. അദ്ദേഹത്തിന്റെ വേർപാട് സൃഷ്ടിച്ച ശൂന്യത ഒട്ടും ചെറുതല്ല. എന്നാൽ അദ്ദേഹത്തിന്റെ ഈ വിയോഗവേളയിൽ നാം ഓർക്കേണ്ടതും ചർച്ച ചെയ്യേണ്ടതുമായ വലിയ ഒരു യാഥാർത്ഥ്യമുണ്ട്. തനിക്ക് അസുഖം ബാധിച്ചപ്പോൾ ശാസ്ത്രീയ ചികിത്സ എല്ലാം ഒഴിവാക്കി വ്യാജന്മാരുടെയും സമാന്തര ചികിത്സകരുടെയും പുറകെ പോയതും അത് കാരണം രോഗം അങ്ങേയറ്റം വഷളായി ഒടുവിൽ കരൾ മാറ്റിവെക്കേണ്ട സ്ഥിതിയിലേക്ക് എത്തിയതുമായ അനുഭവം സലീം കുമാർ തന്നെ തന്റെ ജീവിതകാലത്ത് തുറന്നു പറഞ്ഞിരുന്നു. ആ സമാന്തര ചികിത്സാ പരീക്ഷണങ്ങൾ അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ ആഴത്തിൽ ബാധിച്ചിരുന്നു എന്ന യാഥാർത്ഥ്യത്തിലേക്ക് ഒരു കണ്ണോടിക്കൽ. കരളിൽ അസുഖം കണ്ടെത്തിയ തുടക്കകാലത്ത് ശാസ്ത്രീയ ചികിത്സാ രീതികളെയും വലിയ ശസ്ത്രക്രിയകളെയും അതിയായി ഭയപ്പെട്ടിരുന്നു സലീം കുമാർ. ആ പേടിയെ മുതലെടുത്താണ് ഒരു സുഹൃത്ത് വഴി പാലക്കാട് ഒറ്റപ്പാലത്തുള്ള നിർമ്മലാനന്ദഗിരി എന്ന സ്വാമിയുടെ അടുത്ത് അദ്ദേഹം എത്തുന്നത്. അസുഖം മാറും എന്ന് വിശ്വസിച്ച് 51 ദിവസം നിലംപരണ്ട എന്ന കിഴങ്ങിട്ട് കഞ്ഞി കുടിക്കാൻ സ്വാമി നിർദ്ദേശിച്ചു. എന്നാൽ ദിവസമായി കഴിഞ്ഞിട്ടും രോഗം മാറാതായപ്പോൾ ഫോണിൽ ബന്ധപ്പെട്ട സലീം കുമാറിനെ ഞെട്ടിച്ച ഒരു വിവരമുണ്ട്. തനിക്ക് കഞ്ഞി കുടിക്കാൻ ഉപദേശം നൽകിയ ആ സ്വാമി അപ്പോൾ ക്യാൻസറിന്റെ 4th സ്റ്റേജിൽ ഒരു ആധുനിക മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. സ്വന്തം അസുഖത്തിന് ആധുനിക വൈദ്യശാസ്ത്രത്തെ തേടിയ ആളാണ് തനിക്ക് 51 500 ദിവസം കഞ്ഞി കുടിക്കാൻ ഉപദേശം നൽകിയത് എന്ന് സലീം കുമാർ പിന്നീട് തമാശ രൂപേണ പലപ്പോഴും ഓർത്തെടുത്തിരുന്നു. എന്നാൽ തുടർന്ന് അദ്ദേഹം എത്തിയത് ചേർത്തലയിലെ മോഹനൻ വൈദ്യരുടെ അടുത്തായിരുന്നു. അവിടെ നിന്നും വാങ്ങിയ പൊടിമരുന്ന് കഴിച്ച് രാത്രി വീട്ടിലെത്തിയ സലീം കുമാർ പെട്ടെന്ന് രക്തം ഛർദ്ദിക്കാൻ തുടങ്ങി. പരിഭ്രാന്തനായ മകൻ വൈദ്യരെ വിളിച്ച് കാര്യം പറഞ്ഞപ്പോൾ വയറ്റിൽ കെട്ടിക്കിടക്കുന്ന ചീത്ത ചോര പുറത്തു വരുന്നതാണ്, പേടിക്കേണ്ട, അത് ശരിയായിക്കോളും എന്ന വിചിത്രമായ മറുപടിയാണ് പോലും ലഭിച്ചത്. രോഗം കൂടുതൽ സങ്കീർണമായതോടെയാണ് താൻ ആപത്തിൽ പെട്ടിരിക്കുകയാണെന്ന് സലീം കുമാർ തിരിച്ചറിയുന്നത്. ഇത്തരം സമാന്തര പൊടിമരുന്നുകളും പരീക്ഷണങ്ങളും കാരണം അദ്ദേഹത്തിന്റെ കരളിന്റെ പ്രവർത്തനം പൂർണ്ണമായി തകരുകയും മറ്റ് അവയവങ്ങളെയും ദീർഘകാലാടിസ്ഥാനത്തിൽ ബാധിക്കുകയും ചെയ്തു. ഒടുവിൽ ശാസ്ത്രീയ ചികിത്സയിലേക്ക് മടങ്ങിയെത്തിയ സലീം കുമാർ